അടുത്ത ദിവസം സെക്കൻഡ് ഇയറിൻ്റെ എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്കിന്ന് സെക്കൻഡ് ഇയറിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കാം. നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് എപ്പോഴും ബിൽഡിംഗ് ഡ്രോയിങ് എന്നുള്ളത്. അത് പ്ലാന്, സെക്ഷൻ, എലിവേഷൻ ഇത് വരയ്ക്കാനില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത്. അത് പല രീതിയിലായിരിക്കും വരുന്നത്. ചില കേസസിൽ ലൈൻ സ്കെച്ച് തന്നിട്ടായിരിക്കും വരയ്ക്കാൻ പറയുന്നത്. അപ്പം ഈ കേസിൽ ജസ്റ്റ് വാല്യൂസാണ് തന്നത്. അതായത് ഓരോ റൂമുകളും അല്ലെങ്കിൽ ഓരോന്നും എത്ര ഏരിയ ഉണ്ടെന്ന് തന്നിട്ടുണ്ട്. അതിനനുസരിച്ച് നിങ്ങളത് ഡിസൈൻ ചെയ്തിട്ട് വേണം വരയ്ക്കാൻ. അപ്പോൾ നോക്കിയേ, 240 മാർക്കിന് ആ ക്വസ്റ്റ്യനാണ് വന്നിട്ടുള്ളത്. 10 മാർക്ക് വൈവേ. ഒറ്റ ക്വസ്റ്റ്യനെ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റുള്ളൂ. അത് 240 മാർക്കിൻ്റെ CAD-ൽ വരയ്ക്കാനുള്ള പോർഷനാണ്. ഇത് നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുണ്ടായിരിക്കും. ബിൽഡിംഗ് പ്ലാനും ഡ്രോയിങ്ങും വരയ്ക്കാണ്ട് നിങ്ങൾ സെക്കൻഡ് ഇയർ കംപ്ലീറ്റ് എന്തായാലും ചെയ്യില്ല. അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് റഫായി വരച്ചു നോക്കിയതിന് ശേഷം മാത്രം ഓട്ടോകാഡിൽ വരച്ചു നോക്കുക. ഇനി നോക്കാൻ പോകുന്നത് കഴിഞ്ഞ വർഷം നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിലും ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡീറ്റെയിൽഡ് ആയിട്ട് ലൈൻ സ്കെച്ച് തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾ ആ പ്ലാൻ കംപ്ലീറ്റ് ചെയ്യാനാണ്. ആൻഡ് അതിൻ്റെ സെക്ഷനും വരയ്ക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പ്ലാനും സെക്ഷനും എലിവേഷനും വരയ്ക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സെയിം ഓട്ടോകാഡിൽ തന്നെയാണ് വരയ്ക്കേണ്ടത്. ലൈൻ സ്കെച്ചാണ് തന്നിട്ടുള്ളത്. അപ്പോൾ പിന്നെ നിങ്ങൾ ഡിസൈൻ ചെയ്യൊന്നും വേണ്ട, എല്ലാം കറക്റ്റ് തന്നിട്ടുണ്ട്. ജസ്റ്റ് അത് നോക്കി നിങ്ങൾ വരച്ചാൽ മാത്രം മതി. നേരത്തെ കണ്ട ക്വസ്റ്റ്യനിൽ എല്ലാം നിങ്ങൾ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്തിട്ട് വേണമായിരുന്നു വരയ്ക്കാൻ. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും പ്രാക്ടീസ് ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ ക്വാണ്ടിറ്റീസ് ഓഫ് എർത്ത് വർക്ക് എക്സ്കവേഷൻ PCC ബെഡ് RR മേസൺറി ഓഫ് ദ എബോവ് ബിൽഡിംഗ് ഇൻ സെൻറ്റർ ലൈൻ മെത്തേഡ്. അപ്പം മേലെ നമ്മൾ വരച്ചിട്ടുള്ള പ്ലാനിൻ്റെ എസ്റ്റിമേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അത് എല്ലാതും ഒന്നും ചെയ്യേണ്ട. എർത്ത് വർക്ക്, PCC, RR മേസൺറി ഇത്രയും കാര്യങ്ങളുടെ എസ്റ്റിമേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ, ഡ്രോ ദ ക്രോസ് സെക്ഷൻ ഓഫ് സിംഗിൾ ലൈൻ ബ്രോഡ് ഗേജ് ഇൻ എംബാക്ക്മെൻറ്റ് വിത്ത് ദ ഗിവൺ ഡീറ്റെയിൽസ്. ഒരു ബ്രോഡ് ഗേജ് ട്രാക്കിൻ്റെ എംബാക്ക്മെൻറ്റിലുള്ള ഇമേജ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത ക്വസ്റ്റ്യൻ. അവർ ഉദ്ദേശിച്ചിട്ടുള്ള ഡ്രോയിങ് ക്രോസ് സെക്ഷൻ ഓഫ് സിംഗിൾ ലൈൻ ബ്രോഡ് ഗേജ് ഇൻ എംബാക്ക്മെൻറ്റ്. ഈ സെയിം ഡ്രോയിങ് നിങ്ങൾ അതുപോലെ വരച്ചാൽ മതി, വേറെ മാറ്റങ്ങളൊന്നുമില്ല. ഇത് കൃത്യമായിട്ട് ഇതുപോലെ പഠിച്ചു വയ്ക്കുക. ബ്രോഡ് ഗേജിൻ്റെ ഇടയ്ക്ക് 1.676 മീറ്റർ ആയിരിക്കും ഗ്യാപ്പ് ഉണ്ടായിരിക്കുക. പിന്നെ ഇതിലുള്ള ബാക്കി കാര്യങ്ങളെല്ലാം ഇതുപോലെ തന്നെ പഠിച്ചു വയ്ക്കണം. വാല്യൂസ് അവർ തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഈ ഡ്രോയിങ് ആണ് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 1 and 2 നിങ്ങൾ വരയ്ക്കേണ്ടത് ഡ്രോയിങ് ഷീറ്റിലാണെന്നുള്ള കാര്യം. അതിൽ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഡ്രോ സെക്ഷൻ പ്ലാൻ ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ ക്രോസ് സെക്ഷൻ ഓഫ് ഷാലോ മാൻഹോൾ വിത്ത് ഫോളോവിങ് ഡീറ്റെയിൽസ്. മാൻഹോളിൻ്റെ റീഡിങ്സ് ഡ്രോയിങ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ക്വസ്റ്റ്യനിലും ഒരു മാറ്റമില്ല, നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള അതേ ഡീറ്റെയിൽസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ഈ സെയിം ഇമേജ് തന്നെയാണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. ടെക്സ്റ്റിലുള്ള ഈ ഒരു ഇമേജാണ് ഒരു ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഈ ലാസ്റ്റ് ഇമേജ് വരയ്ക്കണമെന്നില്ല. അല്ലാത്ത 3 സെക്ഷനും 2 സെക്ഷൻസും അതുപോലെ തന്നെ അതിൻ്റെ പ്ലാനും അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അളവുകളും കാര്യങ്ങളൊക്കെ ഏത് ഭാഗത്താണ് ഉള്ളത്, ഏതാണെന്നുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ ഇത് വരയ്ക്കാൻ പറ്റുള്ളൂ. ഇതേ വാല്യൂസ് തന്നെയാണ് ക്വസ്റ്റ്യനിലും വന്നിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലാണ്ട് ഇത് വരച്ച് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനും ഡ്രോയിങ് ഷീറ്റിൽ വരയ്ക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഡ്രോ ദ ടിപ്പിക്കൽ ക്രോസ് സെക്ഷൻ ഓഫ് റോഡ് ഇൻ എംബാക്ക്മെൻറ്റ് ആൻഡ് ഷോ ഇറ്റ്സ് ഡിഫറെൻറ്റ് പാർട്സ് ആസ് പെർ ഗിവൺ ഡാറ്റ. അതായത് തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ നിങ്ങൾ റെയിൽവേയുടെ എംബാക്ക്മെൻറ്റിലുള്ള ഇമേജ് ആണെങ്കിൽ ഇതിൽ പറഞ്ഞിട്ടുള്ളത് റോഡിൻ്റെ എംബാക്ക്മെൻറ്റിലുള്ള ക്രോസ് സെക്ഷൻ വരയ്ക്കാനാണ്. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും വരച്ച് പഠിച്ച സാധനം തന്നെ ഇരിക്കും. അപ്പോൾ റോഡും റെയിൽവേ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇമേജ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ സെയിം ഇതാണ് അവർ ആ ഇമേജ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ വേണ്ടിയിട്ട്. റോഡും റെയിൽവേയിലും ഒക്കെ ഉള്ള ഈ പോർഷൻസ്, കട്ടിങ്ങിലും എംബാക്ക്മെൻറ്റിലും ഒക്കെ ഉള്ള പോർഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ പ്ലാൻ വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ ഫ്രം ദ ഗിവൺ ലൈൻ ഡയഗ്രാം ഈ സിംഗിൾ സ്റ്റോറീഡ് RCC ഫ്ലാറ്റ് റെസിഡൻഷ്യൽ ബിൽഡിംഗ് ഡ്രോ ദി ഫോളോവിങ് യൂസിങ് AutoCAD. കംപ്ലീറ്റ് ദ ഡ്രോയിങ് വിത്ത് നെസസറി ഡീറ്റെയിൽ, ഡയമെൻഷൻ ആൻഡ് നോട്ട്സ്, assume any missing data. അപ്പോൾ പ്ലാന്, സെക്ഷൻ, എലിവേഷൻ, സെക്ഷണൽ എലിവേഷൻ ത്രൂ AA. അപ്പോൾ എവിടെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ലൈൻ സ്കെച്ചും തന്നിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്ലാനാണ്. നിങ്ങൾ ഡിസൈൻ ചെയ്തൊക്കെ വരയ്ക്കാനാകുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി ടൈം എടുക്കുക. ഇതാകുമ്പോൾ ലൈൻ സ്കെച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വരച്ചു തീർക്കാൻ പറ്റും. അപ്പം ഇതില്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത് നോക്കി. 120 മാർക്കാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് കേട്ടോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ വൈവയാണ് 10 മാർക്കിന്. അത് ഇപ്പം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളിലും 10 മാർക്കിന് വൈവ കണ്ടുവരാറുണ്ട്. അപ്പോൾ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അവർ ഈ ഡ്രോയിങ് നിന്നായിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഈ സെക്കൻഡ് ഇയറിൽ പഠിച്ച ഏതെങ്കിലും ടോപ്പിക്കൊക്കെ ആയിരിക്കും ചോദിക്കുക. അപ്പോൾ ഇതെല്ലാവരും പ്രാക്ടീസ് ചെയ്ത് നോക്കുക കേട്ടോ.